പിന്നെ എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ഈ ഒരു 20 പവന്റെ ഒരു സംഗതി പറയുന്നുണ്ട്. അതുമൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കരാറ് പോലെ പറയേണ്ടി വന്നത് 12 വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇഷ്യൂ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ അധ്വാനിക്കുന്നത് ഇന്ന് കുറേശ്ശായിട്ടെങ്കിലും അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മകള് വളർന്നു വരുന്നു, പ്രായമായ കുഞ്ഞാണ്, അവക്കുള്ളതാണ് ഇനി. അത് അമ്മയുടെ പേരിലെങ്ങാണ്ട് 40 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറയുന്നു. അതിൽ നിന്നെങ്കിലും കുറച്ച് ബിജുവിന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ പരിപാടി കൊടുത്തു കഴിഞ്ഞാന്ന് പറഞ്ഞാൽ അച്ഛന്റെ വസ്തുക്കളല്ലേ? അച്ഛന്റെ വസ്തു അച്ഛൻ മരിച്ചു, അച്ഛൻ മരിക്കുന്നതിന് എഴുതി വെച്ചല്ലേ? വേറൊരാളുടെ പേര് എഴുതി വെച്ചല്ലേ? അമ്മയുടെ വസ്തുവാ. മറ്റേത് അമ്മയുടെ വസ്തു. അത് ഭാഗം വെച്ചിട്ടില്ല. ഇല്ല, ഭാഗം വെച്ചതൊന്നും ചെയ്യാൻ പറ്റില്ല. ഭാഗം വെച്ചിട്ടില്ലെന്നാ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കുണ്ടല്ലോ 2 മക്കളെന്ന് തോന്നും. അതിനിപ്പോ അവർക്ക് അവരുടെ നല്ല മനസ്സുകൊണ്ട് ഇത് അറിഞ്ഞ് ചെയ്യാൻ അവർക്ക് മനസ്സുണ്ടെങ്കിലേ പറ്റൂ. അല്ലാതെ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ പ്രമാണം എഴുതി വെച്ച് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ അയാളുടെ അധ്വാനത്തിന് അയാൾ പറഞ്ഞു ഇപ്പോൾ ഉണ്ടാക്കുന്ന പൈസ ഇന്ന് വട്ടച്ചെലവ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഞാൻ എൻ്റെ ഭാര്യയുടെ കൊടുത്തോളാം. അതുപോലെ അവര് എന്ത് ശമ്പളം വാങ്ങിക്കുന്നു അതവര് വെച്ചോട്ടെ. അതിൽ നിന്ന് എന്തുണ്ടാക്കുന്നോ കുഞ്ഞുങ്ങൾക്കും അവർക്കുമായിട്ട്, അല്ലാതെ അയാളുടെ സ്വന്തം ചെലവെന്ന് അയാൾ പറയുന്നില്ല. നമുക്ക് അത്രയും ആ വാക്കുകൾ അത്രയും വിശ്വസിക്കുക. അല്ലാതെ നമുക്ക് ഇനി ഒരു വെറുവാക്കായിട്ട് ഞാൻ കുറച്ചൊരു 4-5 വർഷത്തിലൊക്കെ ഞാനൊരു മണിമാളികയിൽ നിന്നും പറയാനൊക്കെ ഒരു ഉറപ്പുമില്ലല്ലോ. അയാളുടെ വിദ്യാഭ്യാസവും ജോലിക്കും അനുസരിച്ചുള്ളല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല മാഡം, അവരുടെ ഈ 8 സെന്റ് സ്ഥലത്തിന്റെ തൊട്ടടുത്ത് 4 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. ഒരു കാര്യമാണ്, 1-2 സെന്റെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾക്കും എന്റെ ഭാര്യയ്ക്കും സേഫ്റ്റിക്ക് തരാൻ പറ്റുമോ? എന്താണ് അതിന്റെ വ്യവസ്ഥ? അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത് അങ്ങനെ ചോദിക്കട്ടെ. അതിന് നിങ്ങളും ഒന്ന് ഇൻവോൾവ് ആയിട്ട് ന്യായമായ രീതിയിൽ സംസാരിക്കാനേ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്താൽ മതി. ഞങ്ങൾ അത്രേ പറയുന്നുള്ളൂ. ബിജുവും കൂടെ നേരെ നിന്നത് സംബന്ധിച്ച് അച്ഛൻ പ്രമാണമൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ ബിജുവിന് നിയമപരമായി കിട്ടാനുള്ള അവകാശം കിട്ടാനുള്ള ശ്രമം നടത്തണം. അതിപ്പോ അത് അവിടെ ചെന്ന് നമ്മുടെ നാട്ടിലുള്ളവരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഇത് വേണ്ട. അതിന്റെ ശരിക്കും നിജസ്ഥിതി നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുക. ഉടനെ ഞാൻ നാട്ടിലെ എന്നോടുള്ള പഴയ ഇതങ്ങ് പോയി പുതിയൊരു യുവത നമുക്ക് അറിയത്തില്ല. അല്ല, ഇത് അവരും കൂടെ ശ്രമിക്കുമ്പോൾ അത് മാറും. അത് ഇത് ബിജു പോയെന്നേ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ അപ്പച്ചിയുടെ മോളും ഒക്കെ അത് എടുത്ത് മാറ്റിയായിരുന്നു. ബിന്ദു ഒക്കെ ആയിട്ട് 2 ആധാരം ഉണ്ടായിരുന്നു. അവരത് അന്നേരം എടുത്ത് കൈമാറും. വെച്ചിട്ടുണ്ട്. 2 ആധാരം. ഒന്ന് ഭൂമി മൊത്തത്തിൽ കിടന്നപ്പോ 12 സെന്റിന്റെ ആധാരമായിരുന്നു ഒന്ന്. അപ്പൊ അത് അച്ഛൻ അതിൽ നിന്ന് 8 സെന്റാണ് ഇളയ പങ്ക് കൊടുത്തത്. അപ്പൊ ഈ 2ന്റെ ആധാരം വീട്ടിൽ തന്നെ ആയിരുന്നു. ഇടയ്ക്ക് പെങ്ങളെടുത്തോട്ട് ഞാൻ നിക്കുന്നിടത്തോട്ട് പോവാ വരത്തില്ലായിരുന്നു. അങ്ങനെ പറയുന്നല്ലാതെ ശരിയല്ലാതെ പുള്ളിക്കാരിക്ക് ഈ നടപ്പെന്ന് വെച്ചാൽ അതെനിക്ക് വലിയ ഇതില്ല. അപ്പൊ ആൾക്കാരുടെ സംസാര ശൈലി നല്ലതാ, പ്രവർത്തിക്കുന്ന മറ്റൊന്ന് ചെറിയൊരു ഇതേ ഉള്ളു. അപ്പൊ അതിന് പെങ്ങളോട് ഞാനോട് സഹായിക്കാം, നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോവാ. ഈ പാപ്പന ഇവിടെ വരെ കൊണ്ടുപോകും. തിരുവനന്തപുരം പാപ്പനംകോട്ട് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെ വരെ കൊണ്ടുപോകുന്നത്. അവിടെ 2 വട്ടം കൊണ്ടുവന്നേ. റെഗുലറായിട്ട് ചികിത്സ വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ കൊണ്ടുവരാനും പോകാൻ ആരും ഇല്ലായിരുന്നു. അല്ല, ഇനിയിപ്പോ അങ്ങോട്ട് നോക്കൂ. കാരണം വെച്ചാൽ എല്ലാവർക്കും അവരവരുടെ കുടുംബവും പ്രാരബ്ധങ്ങളും ഒക്കെ ഉള്ളതിനിടയ്ക്ക് പറ്റാഞ്ഞിട്ടായിരിക്കും. എന്നാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ നോക്കുക. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേറെ ചില നിങ്ങളുടെ ദുശീലങ്ങൾ കാരണം നിങ്ങൾ ഇവരെ മദ്യപിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. മദ്യപിച്ചുകൊണ്ട് തല്ലിയിട്ടില്ല ഞാൻ. ഇല്ല മറ്റെന്തോ തരത്തിലുള്ള ഞാൻ അത് രാവിലെ പണിക്ക് വന്നേരം തർക്കുത്തരം പറഞ്ഞു ഒരടി കൊടുത്ത് സംഭവിക്കാൻ എനിക്ക് അറിയത്തില്ല. പണിക്ക് പോയിട്ട് ഞാൻ പകുതി വഴി പോയിട്ട് തിരിച്ചു വന്ന് അന്നേരം എനിക്ക് വേദന എടുക്കുന്നത്. ഞാൻ അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അയാളുടെ ജീവിതത്തിൽ അയാൾ പ്രതീക്ഷിക്കാതെ ചില സംഗതികൾ ഉണ്ടായിപ്പോയി. ഇതൊക്കെ ഓരോ നിയോഗമല്ലേ. എപ്പോഴും ബഹളവും എന്തോ. ഞങ്ങൾക്ക് ഞങ്ങൾ അന്യടുത്ത് താമസിക്കുന്നതല്ലേ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അന്യാണ്. അവര് ഞങ്ങളെ സംരക്ഷിക്കാൻ പോകും, അവരുടെ മക്കളെ സംരക്ഷിക്കാൻ പോകും, ആരെ സംരക്ഷിക്കാൻ പോകും. ഇവരുടെ കാര്യത്തിന് നടന്നാൽ മതി. നമുക്ക് എപ്പോഴും അത് നടക്കുന്ന പരിപാടിയല്ലേ. ഞങ്ങൾക്ക് ഒരു സ്വൈര്യം തരത്തില്ല. ഭീഷണിപ്പെടുത്തുക കുട്ടികളെ, അങ്ങ് ഭയങ്കര ഭീഷണിയാ. ഇതും കേട്ടോണ്ട് ഞങ്ങൾ ഓടി അവിടെ ചെല്ലും. ഭർത്താവ് അല്ലാരാ പെണ്ണിനെ എന്താ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൊണ്ടൊക്കെ ഒന്ന് വിടാൻ അവർ സമ്മതിക്കത്തില്ല. വന്നാൽ ഒരു ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.